നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കട്ടപ്പന മുനിസിപ്പാലിറ്റി UDF കോട്ടയ്ക്കായി നിലനിർത്താൻ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തിയെ കളത്തിലിറക്കുമെന്ന സൂചന. തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്ന EM അഗസ്തി സിറ്റി വിഷനോട്. തമിഴ് ഭൂരിപക്ഷ മേഖലയായ മൂന്നാറിലെ തോട്ടം മേഖലകളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അപേക്ഷാ ഫോമുകൾ തമിഴ് ഭാഷയിലും വേണമെന്ന ആവശ്യം ശക്തം. ദേവികുളം നിയോജക മണ്ഡലത്തിലെ കൂടുതൽ വോട്ടർമാരും തമിഴ് വംശജർ. മണ്ഡലകാലം സമാഗതമായതോടെ ശബരിമലയിലേക്ക് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ പ്രവാഹം തുടങ്ങി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കിയിലെ 4 ചെക്ക് പോസ്റ്റുകളാണുള്ളത്. ഇതിൽ കുമളി കമ്പംമെട്ട ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് കൂടുതൽ തീർത്ഥാടകരെത്തുന്നത്. മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം ലക്ഷ്യമിട്ട സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വനം വകുപ്പ്. RRT സംഘത്തിനൊപ്പം PRTകൾ കൂടി കാര്യക്ഷമമായാൽ പ്രതിസന്ധി മറികടക്കാമെന്ന വിലയിരുത്തൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്നും പ്രധാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. നോക്കാം പോരാട്ടം 2025. മുനിസിപ്പാലിറ്റി UDF കോട്ടയായി നിലനിർത്താൻ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തിയെ കളത്തിലിറക്കുമെന്ന സൂചന. മത്സര രംഗത്തേക്കെത്തുമെന്ന തള്ളാതെ EM അഗസ്തി തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും EM അഗസ്തി സിറ്റി വിഷനോട്. സ്ഥാനാർത്ഥിനിർണയം അവസാന ഘട്ടത്തിലേക്ക് ഇറക്കുകയാണ്. കോൺഗ്രസിലെ സാധ്യതാ പട്ടിക തയ്യാറായി വരുന്നു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ 2 ഘടകകക്ഷികളാണ് ഐക്യ ജനാധിപത്യം എന്നത്. ഒന്ന് കോൺഗ്രസും ഒന്ന് കേരള കോൺഗ്രസ് ജെയും. കഴിഞ്ഞ വർഷം കേരള കോൺഗ്രസ് 8 സീറ്റിലാണ് മത്സരിച്ചത്. ബാക്കി സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു. ഇപ്രാവശ്യം ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. 2 പാർട്ടിയും അവരിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അത് ജില്ലാ കോർ കമ്മിറ്റിക്ക് സമർപ്പിക്കും. അവിടെ നിന്നാണ് തീരുമാനം ഉണ്ടാകുന്നത്. ഇന്നോ നാളെയായിട്ട് തീരുമാനങ്ങളുണ്ടാകും. അല്ല, അങ്ങനെ ഒരു വാർത്താ പത്രത്തിൽ വന്നു. പക്ഷേ തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം എടുക്കുന്ന എല്ലാ ഘടകങ്ങളും ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തെ ആദരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. പക്ഷേ അധികം താമസിക്കാത്ത തീരുമാനം ഉണ്ടാകും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്ത് വില കൊടുത്തും നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെ മുമ്പോട്ട് നീങ്ങുകയാണല്ലേ? അതിന്റെ ഭാഗമായിട്ടാണോ EM അഗസ്തിയെ പോലുള്ള മുതിർന്ന നേതാക്കളെ പോലും മത്സര രംഗത്തേക്ക് എത്തിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു വാർത്തകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. AICC മെമ്പറും മുൻ MLAയുമായിരുന്ന അഡ്വക്കേറ്റ് EM അഗസ്തി മത്സര രംഗത്തെന്നാണ് സൂചന. ചില സാങ്കേതികത്വങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നാളെയാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രഖ്യാപനം നടക്കുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ 22ാം വാർഡിലാണ് അദ്ദേഹം മത്സരിക്കുവാൻ സൂചന. സിറ്റി വിഷനുമായി സംസാരിച്ചപ്പോൾ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. സംസ്ഥാനത്ത് തന്നെ ഏറെ സീനിയർ നേതാവ് അഡ്വക്കേറ്റ് EM അഗസ്തിയുടെ സ്ഥാനാർത്ഥിത്വം കട്ടപ്പനയിൽ UDFന് ഏറെ മുതൽക്കൂട്ടാവും. ഈ പ്രാവശ്യം എന്ത് വില കൊടുത്തും ഇടതുപക്ഷം ഭരണം തിരിച്ചുപിടിക്കാൻ എത്തുമ്പോഴാണ് അഡ്വക്കേറ്റ് EM അഗസ്തിയുടെ സ്ഥാനാർത്ഥിത്വം. ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി ഷിനു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് NR സിറ്റി ഡിവിഷനിൽ LDF UDF സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ഇരു സ്ഥാനാർത്ഥികളും എന്താണ് സന്ദീപ് രാജാക്കാടിനോട് പറഞ്ഞതെന്ന് കേൾക്കാം. ആദ്യം LDF സ്ഥാനാർത്ഥി P രാജാറാമിനൊപ്പം സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്ഥാനാർത്ഥികൾ ഇങ്ങനെ എല്ലാവരും തിരക്കിട്ട പരിപാടികളിലാണ്. നല്ല ചൂട്, ഇലക്ഷൻ ചൂടിലേക്ക് എത്തിയപ്പോൾ ചൂട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് NR സിറ്റി ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള P രാജാറാം. എങ്ങനെ പോകുന്നു ഇലക്ഷൻ പ്രചാരണമൊക്കെ? പ്രചാരണം തുടങ്ങി. ജനങ്ങൾക്കിടയിൽ നല്ലൊരു മുൻതൂക്കമുണ്ട്. എനിക്ക് NR സിറ്റി ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. മത്സരത്തിൽ ഇറങ്ങുന്നത് ഞാൻ കഴിഞ്ഞ തവണ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡിൽ നിന്ന് മത്സരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് 5 വർഷക്കാലം പ്രവർത്തിച്ചു. ഇപ്പോൾ വീണ്ടും ബ്ലോക്കിലേക്കാണ് മത്സരിക്കുന്നത്.
മത്സരരംഗത്ത് വന്നപ്പോൾ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, അതെല്ലാം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമുക്ക് നല്ലൊരു ധൈര്യമുണ്ട്. ഈ UDFിൻ്റെ സ്ഥാനാർത്ഥി അമലാണ് NRCT ഡിവിഷനിൽ മത്സരിക്കുന്നത്. യൂത്ത് എന്ന രീതിയിൽ നിൽക്കുന്നു. താങ്കളും യുവജന മേഖലയിൽ വളരെ ദീർഘകാലം പ്രവർത്തിക്കുകയും ഭാരവാഹിയായിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് DYFIയുടെ. അപ്പോൾ 2 യുവാക്കൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. എങ്ങനെയായിരിക്കും അതിനെ കാണുക? കാര്യം പറഞ്ഞാൽ ഞാൻ DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്, യുവജന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ CATU രംഗത്താണ്. ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുകയും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം പാരമ്പര്യവും എനിക്കുണ്ട്. ജനങ്ങളുടെ കാര്യത്തിൽ ഏത് സമയത്തും അവർക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ 9 വാർഡുകളുണ്ട്. രാജാക്കാട് പഞ്ചായത്തിൽ 4 വാർഡുകളും രാജകുമാരി പഞ്ചായത്തിൽ 5 വാർഡുകളും കൂടി 9 വാർഡുകളുണ്ട്. ഈ 9 വാർഡുകളിലും ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ പിന്തുണ എനിക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. വിജയം സുനിശ്ചിതമാണ്. അതെ, നമ്മൾ UDFിനെ കണ്ടിരുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, 100% വിജയപ്രതീക്ഷയോടുകൂടി തന്നെ പ്രചാരണ രംഗത്ത് സജീവമായി പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വിജയ ആശംസകൾ നേരുകയാണ്. മറ്റൊരാളുമായി നമുക്ക് വീണ്ടും കാണാം. ക്യാമറാമാൻ ബ്ലസൻ ജോയിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. UDF സ്ഥാനാർത്ഥി അമൽ ബേബി പാറപ്പുറവും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ടു പോകുന്നത്. നോക്കാം എന്താണ് അമലിന് പറയാനുള്ളതെന്ന്. നമസ്കാരം. സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ സജീവമായ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രചാരണ പ്രവർത്തന രംഗത്ത് ചൂടോടുകൂടി നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ NRCT ഡിവിഷനിൽ ഇത്തവണ LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ വളരെ വേഗത്തിൽ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. LDFിൻ്റെ P രാജാറാമാണ്. UDFിൻ്റേത് NRCT ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന അമലാണ് നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യമായിട്ടാണോ മത്സരരംഗത്ത്? അതെ, ആദ്യമായിട്ടാണ് മത്സരരംഗത്ത്. എങ്ങനെയാണ് വിജയപ്രതീക്ഷകൾ? പൂർണ്ണമായിട്ട് 100% വിജയപ്രതീക്ഷയുണ്ട്. ഒരു യുവത്വമാണ്. ജനങ്ങളുടെ അംഗീകാരം എല്ലാ വീടുകൾ കയറുമ്പോഴും ഉണ്ട്. ജനങ്ങളുടെ പിന്തുണ നല്ല രീതിയിലുണ്ട്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥി രാജാറാം നേരത്തെ യുവജന രംഗത്തൊക്കെ സജീവമായിട്ട് നിന്ന ആൾ കൂടിയാണ്. അതെ, ആള് നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ല കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തോട് നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ കഴിയും, വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഈ യുവജന നേതാവ് എന്ന രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷ? അതെ, യൂത്ത് കോൺഗ്രസിൻ്റെ രാജകുമാരി മണ്ഡലം പ്രസിഡന്റാണ്. അതുകൊണ്ട് സ്വീകാര്യനാണ് ജനങ്ങളുടെ ഇടയിൽ. എല്ലാ വീടുകളിലും കയറുമ്പോഴുള്ള അത് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസമാണ്. എന്തായാലും അത്തരത്തിലാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് UDFിൻ്റെ NRCT ഡിവിഷനിൽ, അതായത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് NRCT ഡിവിഷനിൽ നിന്ന് വോട്ട് തേടുന്ന സ്ഥാനാർത്ഥിയുള്ളത്. എന്തായിരുന്നാലും മുമ്പോട്ടുള്ള പ്രവർത്തനം സജീവമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് മറ്റ് സ്ഥാനാർത്ഥികളുമായി വീണ്ടും കാണാം. ക്യാമറാമാൻ ബ്ലസൻ ജോയിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. രാജകുമാരി പഞ്ചായത്തിൽ ത്രികോണ മത്സരത്തിന് കളമൊരുക്കി NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ BJP പ്രതിനിധികളായ 4 പേരെയാണ് പ്രഖ്യാപിച്ചത്. 4 പേരും നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 9 വാർഡുകളിലായി BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BJP രാജകുമാരി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ വെച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുരുവിക്കാട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു. കേരളത്തിൽ ഇന്ന് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സുനിൽ കുരുവിക്കാട്ട് പറഞ്ഞു. പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ വേണ്ടി സജ്ജമായിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ഇന്നലെ മുതൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാജകുമാരി പഞ്ചായത്തും ഒപ്പം ഇടുക്കി ജില്ലയിലെ ദേശീയ ജനാധിപത്യ സഖ്യവുമെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, മറ്റു തിരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റു കാലങ്ങളിൽ നിന്നെല്ലാം വിപരീതമായി
ആശാവഹമായ ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 5-ാം വാർഡിൽ സതീഷ, 6-ൽ സജിത സജീവ, 7-ൽ രൂപേഷ് ഗോപി, 9-ൽ അരുൺ സെബാസ്റ്റ്യൻ എന്നിവരാണ് BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. യോഗത്തിന് ശേഷം 4 സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുരുവിക്കാട്ട്, ബാലൻ തെക്കേരിക്കൽ, കിങ്സൺ PK, രതീഷ് കുരുവിള സിറ്റി, എൽദോസ്, മാധവൻ, റെജി, രഞ്ജിത്ത് തോപ്പിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. തമിഴ് ഭൂരിപക്ഷ മേഖലയായ മൂന്നാറിലെ തോട്ടം മേഖലകളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അപേക്ഷാ ഫോമുകൾ തമിഴ് ഭാഷയിലും വേണമെന്ന ആവശ്യം ശക്തം. ദേവികുളം നിയോജക മണ്ഡലത്തിലെ 195 ബൂത്തുകളിൽ 110 കൂടുതൽ വോട്ടർമാരും തമിഴ് വംശജരാണ്. SIR വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പുറത്തിറക്കിയ അപേക്ഷാ ഫോമുകൾ മലയാളത്തിൽ മാത്രമായതോടെ അവ പൂരിപ്പിച്ചു നൽകുന്നതിൽ ആളുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ട്. തമിഴ് ഭൂരിപക്ഷ മേഖലയായ മൂന്നാറിലെ തോട്ടം മേഖലകളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അപേക്ഷാ ഫോമുകൾ തമിഴ് ഭാഷയിൽ കൂടി ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. ദേവികുളം നിയോജക മണ്ഡലത്തിലെ 195 ബൂത്തുകളിൽ 110 കൂടുതൽ വോട്ടർമാരും തമിഴ് വംശജരാണ്. SIR വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പുറത്തിറക്കിയ അപേക്ഷാ ഫോമുകൾ മലയാളത്തിൽ മാത്രമായതോടെ ഇവ പൂരിപ്പിച്ചു നൽകുന്നതിൽ ആളുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്നാൽ ഓരോ സംസ്ഥാനത്തും അതാത് പ്രാദേശിക ഭാഷയിലായിരിക്കണം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അപേക്ഷാ ഫോമുകൾ തയ്യാറാക്കേണ്ടത് എന്ന നിർദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളതെന്ന് ദേവികുളം സബ് കളക്ടർ പറയുന്നു. നമ്മുടെ ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ SIRുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകൾ തമിഴിലും കൂടെ വേണമെന്നുള്ള ഒരു ആവശ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓരോ സംസ്ഥാനത്തും അതത് പ്രാദേശിക ഭാഷയിലായിരിക്കണം SIRന്റെ എന്യൂമറേഷൻ ഫോമുകൾ പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. അപ്പോൾ ആ നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ മലയാളത്തിൽ ഫോംസ് വന്നേക്കുന്നത്. ആയതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ്. SIR അപേക്ഷകളുമായി വീട്ടിലെത്തുന്ന BLOമാരിൽ ഭൂരിഭാഗം പേരും മലയാള ഭാഷയിൽ വലിയ പ്രാഗൽഭ്യം ഇല്ലാത്തവരാണ്. ഇതും അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിൽ പ്രതിസന്ധിയാകുന്നു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച സബ് കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും അപേക്ഷാ ഫോം തമിഴിലും വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. സിറ്റി വിഷൻ മൂന്നാർ. ഇനി ശരണമന്ത്രം. മണ്ഡലകാല സമാഗതമായതോടെ ശബരിമലയിലേക്ക് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ പ്രവാഹം തുടങ്ങി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കിയിലെ 4 ചെക്ക് പോസ്റ്റുകളാണുള്ളത്. ഇതിൽ കുമളി, കമ്പംമെട്ട ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് കൂടുതൽ തീർത്ഥാടകരെത്തുന്നത്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് ഏറ്റവും അധികം തീർത്ഥാടകർ കടന്നു പോകുന്നത് കേരള അതിർത്തിയിലെ കുമളി ചെക്ക് പോസ്റ്റ് വഴിയാണ്. ഇതുവഴി തീർത്ഥാടകരുടെ തിരക്കും ആരംഭിച്ചു. 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. പോലീസും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. കുമളി പോലീസ് സ്റ്റേഷൻ അതിർത്തി മുതൽ വിവിധ മേഖലകളിലായി പോലീസ് ഉദ്യോഗസ്ഥരെ തീർത്ഥാടകരുടെ സുരക്ഷയാത്രയ്ക്കായി നിയോഗിച്ചു. മോട്ടോർ വാഹന വകുപ്പ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളും തീർത്ഥാടകർക്കായി സൗകര്യങ്ങൾ ഒരുക്കും. വാഹനങ്ങളിലും കാൽനടയായും ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരുണ്ട്. തീർത്ഥാടന കാലം അവസാനിക്കുന്നതുവരെ അയ്യപ്പ ഭക്തർക്കായി ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂറും ഉദ്യോഗസ്ഥരുടെ സേവനവും ലഭ്യമാക്കും. അയ്യഭക്തരുടെ സുരക്ഷയെ മുൻനിർത്തി ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് തന്നെ 65ഓളം പോലീസ് ഉദ്യോഗസ്ഥർ നിയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ 50ഓളം SPOമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ പോകുന്ന റൂട്ടിലുടനീളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇതല്ലാതെ തന്നെ കൂടുതലായി നിയോഗിച്ചിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്നതാണ് പ്രതീക്ഷ. ഇതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും കാലേക്കൂട്ടി ഒരുക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ കുമളി. മണ്ഡല മകരവിളക്ക് കാലത്ത് മാധ്യമ ഏകോപനത്തിനും സഹായത്തിനും പ്രചാരണത്തിനുമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ മീഡിയ സെന്റർ സന്നിധാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K. രാജു, അഡ്വക്കേറ്റ് PD. സന്തോഷ് കുമാർ,
IPRD അസിസ്റ്റന്റ് എഡിറ്റർ രാഹുൽ പ്രസാദ്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ PS സജിമോൻ, ശബരിമല PRO GS അരുൺ എന്നിവർ പങ്കെടുത്തു. വലിയ നടപ്പന്തലിന് സമീപം കൊപ്രക്കളത്തിലേക്ക് തിരിയുന്ന ഭാഗത്താണ് മീഡിയ സെന്റർ. മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം ലക്ഷ്യമിട്ട് സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വനംവകുപ്പ് മൂന്നാർ റേഞ്ചിന്റെ പരിധിയിൽ മാത്രം 42ഓളം പ്രൈമറി റെസ്പോൺസ് ടീമിനെയും ഇതിൽ 400ഓളം അംഗങ്ങളെയും നിയമിച്ചു കഴിഞ്ഞു. RRT സംഘത്തിനൊപ്പം PRTകൾ കൂടി കാര്യക്ഷമമായാൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കുറവ് വരുത്താനാകുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണം ലക്ഷ്യമിട്ടാണ് സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വനംവകുപ്പ് ഒരുങ്ങുന്നത്. വനംവകുപ്പ് മൂന്നാർ റേഞ്ചിന്റെ പരിധിയിൽ മാത്രം 42ഓളം പ്രൈമറി റെസ്പോൺസ് ടീമിനെയും ഇതിൽ 400ഓളം അംഗങ്ങളെയും നിയമിച്ചു കഴിഞ്ഞു. ഓരോ പ്രദേശത്തും വന്യജീവികളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വനംവകുപ്പിനെ അറിയിക്കുന്നതടക്കമുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനയിലൂടെ വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായിട്ട് മൂന്നാർ റേഞ്ചിലെ 42ഓളം PRTകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ 42 PRTകളിലായിട്ട് 400ഓളം അംഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു സന്നദ്ധ സേനയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വനംവകുപ്പിന്റെ RRT ടീം എത്തുന്നിടം വരെ സ്ഥിതിഗതികൾ ഒന്ന് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ വനംവകുപ്പ് ജീവനക്കാർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സന്നദ്ധ സേന രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ബാച്ചിൻ്റെ ട്രെയിനിങ് ആണ് ഇന്നിപ്പം മൂന്നാറിൽ നടക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ 200 സന്നദ്ധ സേനാംഗങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. RRT സംഘത്തിനൊപ്പം PRTകൾ കൂടി കാര്യക്ഷമമായാൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കുറവ് വരുത്താനാകുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. സിറ്റി വിഷൻ മൂന്നാർ. ഇനി ചെറിയൊരു ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. തമിഴ്നാട്ടിലെ കൊടുംകുറ്റവാളി സംഘം ഇടുക്കിയിൽ അറസ്റ്റിൽ. നിരവധി ഹൈവേ മോഷണ കേസുകളിൽ പ്രതികളായ കൊസവപ്പെട്ടി ഗണേശനും സംഘവുമാണ് അറസ്റ്റിലായത്. മോഷണം ലക്ഷ്യം വെച്ച ഓമിനി വാനിൽ കറങ്ങുന്നതിനിടെയാണ് കമ്പംമെട്ട് പോലീസ് ഇവരെ പിടികൂടിയത്. വാഹനങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി കൊള്ള നടത്തുകയായിരുന്നു കൊസവപ്പെട്ടി ഗണേശന്റെയും സംഘത്തിന്റെയും രീതി. കൊലപാതകം, മോഷണം, പിടിച്ചുപറി തുടങ്ങിയ വിവിധ കേസുകളിൽ ഇവർ പ്രതികളാണ്.
കഴിഞ്ഞ 7-ന് കേരളത്തിലെത്തിയ സംഘം മോഷ്ടിക്കുവാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി ഓമനി വാനിൽ കറങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് കമ്പംമെട്ട് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ഇവർ പിടിയിലായത്. കൊസവപ്പെട്ടി ഗണേശനും കൂട്ടാളികളായ മധുരൈ സ്വദേശി ഒ ഗണേശൻ, ഉസ്ലാംപെട്ടി സ്വദേശികളായ സുകുമാർ പാണ്ഡെ, ശിവകുമാർ കെ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനവും പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇനി മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. ഇടുക്കി ശാന്തമ്പാറയിലെത്തുന്ന സന്ദർശകർക്ക് വിസ്മയമായി ഒരു ചരിത്രശേഷിപ്പ് കൂടി ഇവിടെയുണ്ട്. മഹാശിലായുഗത്തിന്റെ അവശേഷിപ്പായ 3000 വർഷത്തിലധികം പഴക്കമുള്ള കുത്തുകല്ലാണ് സന്ദർശകർക്ക് വിസ്മയ കാഴ്ചയൊരുക്കുന്നത്. ഒപ്പം ശാലോം കുന്നിലെ കാഴ്ചകളും ആരെയും ആകർഷിക്കുന്നതാണ്. ശിലായുഗ കാലത്തെ ചരിത്ര അവശേഷിപ്പുകളാൽ സമ്പന്നമാണ് ഇടുക്കിയുടെ മലനിരകൾ. ചരിത്ര ഗവേഷകർക്ക് ശിലായുഗ കാലത്തെ നിർമ്മിതികളെക്കുറിച്ച് അറിവ് പകർന്നു നൽകുന്നതിൽ ഇടുക്കി വളരെ മുൻപിലാണ്. എന്നാൽ ഈ ചരിത്ര അവശേഷിപ്പുകൾ ഒന്നും സംരക്ഷിക്കപ്പെടുന്നില്ല. അത്തരത്തിൽ സംരക്ഷണമില്ലാതെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന കുത്തുകല്ലാണ് ശാന്തൻപാറ ശാലോം കുന്ന് മലമുകളിലുള്ളത്. കിഴക്കാതി മലനിരയുടെയും ശാലോം കുന്ന് മലനിരയുടെയും മധ്യത്തിലായിട്ടുള്ള പുൽമേട്ടിലാണ് ഈ കുത്തുകല്ല് സ്ഥാപിച്ചിരിക്കുന്നത്. ആദിമ മനുഷ്യർ വാന നിരീക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നതാണ് ഇത്തരത്തിലുള്ള കല്ലുകളെന്നാണ് ചരിത്രം പറയുന്നത്. ഉദയാസ്തമയങ്ങൾക്കൊപ്പം കുത്തുകല്ലിന്റെ മാറിമറയുന്ന നിഴലുകളെ അടിസ്ഥാനമാക്കിയാണ് സമയവും കാലവും ആദിമ മനുഷ്യർ നിശ്ചയിച്ചിരുന്നത്. വീരപുരുഷന്മാരുടെ ഓർമ്മക്കല്ലുകളായും ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇത് സർക്കാർ, അതുപോലെ പുരാവസ്തു ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലുള്ള ചരിത്ര അവശേഷിപ്പുകൾ കാത്തു സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വരും തലമുറയ്ക്ക് ഇതൊക്കെ ഒരു കൗതുകവും അതുപോലെ പഠിക്കാനുമുള്ള ഒരു അവശേഷിപ്പുകളെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല സ്ഥലത്തും ഇത് അന്യം നിന്ന് പോവുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കയ്യേറ്റക്കാരുടെ കടന്നുകയറ്റത്തെ തുടർന്ന്. വിസ്തൃതമായ പ്രദേശത്ത് 10 അടിയിലധികം ഉയരമുള്ള കുത്തുകല്ലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പാറക്കല്ലുകൾ കീറിയെടുത്ത് കൃത്യമായി കൂട്ടിയോജിപ്പിച്ച ഇത്ര ഉയരത്തിൽ ആദിമ മനുഷ്യർ സ്ഥാപിച്ചത് എങ്ങനെയെന്ന് ഇന്നും അതിശയകരമാണ്. 7 അടി വീതിയും 5 അടി കനവുമുണ്ട് ഈ നിർമ്മിതിക്ക്. മറയൂർ, കാന്തല്ലൂർ മേഖലകളിലെ ആദിമ സംസ്കൃതിയുടെ തുടർച്ചയാണിവയെങ്കിലും കേരളത്തിൽ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത വ്യത്യസ്ത നിർമ്മിതിയാണിത്. ശിലായുഗ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാകാം കുത്തുകല്ലുകൾ സ്ഥാപിച്ചത്. കിഴക്കാതിമലയുടെ മലമുകളിലായി നിരവധി പ്രാചീന മനുഷ്യരെ സംസ്കരിച്ചതിന്റെ അടയാളമായ മുനിപ്പാറകളും കാണുവാൻ സാധിക്കും. 3000 വർഷം പിന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ നിർമ്മിതി ഇവിടേക്കെത്തുന്നവർക്ക് കൗതുകവും അത്ഭുതവുമായി മാറിയിരിക്കുകയാണ്. സിറ്റി വിഷൻ, പൂപ്പാറ. ഇടിമിന്നലേറ്റ കണ്ണമ്പടി പുന്നപ്പാറയിൽ വീടിന് കേടുപാടുകളും 2 പേർക്ക് പരിക്കുമേറ്റു. പുന്നപ്പാറ തെക്കേടത്ത് ലീലിയുടെ വീടിനാണ് ഇടിമിന്നലേറ്റത്. ലീലിയുടെ തലയ്ക്കും കണ്ണിനും സമീപവാസിയായ ഉറുമ്പിൽ രമേശിന് കാലിനുമാണ് പരിക്കേറ്റത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നലെ വൈകിട്ട് ശക്തമായ മഴയാണ് മേഖലയിൽ ഉണ്ടായത്. ഇതോടൊപ്പമാണ് ഇടിയും മിന്നലും ഉണ്ടായത്. തെക്കേടത്ത് ലീല ഈ സമയം വീടിന്റെ മുൻവശത്തെ വാതിൽപ്പടിയിൽ നിൽക്കുകയായിരുന്നു. പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ രമേശ മഴ പെയ്തപ്പോൾ ലീലയുടെ വീടിന് മുന്നിലെ പടുതാ ഷെട്ടിൽ കയറി നിന്നു. ഈ സമയം ലീലയുടെ വീടിന് ഇടിമിന്നലേൽക്കുകയും ലീല മറിഞ്ഞു വീഴുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തറ വിണ്ടുകീറുകയും തറയിൽ പതിപ്പിച്ചിരുന്ന ടൈലുകൾ പൊട്ടിത്തെറിച്ച പടുതാ ഷെട്ടിൽ നിന്നിരുന്ന രമേശിന്റെ 2 കാലുകളിലും തറച്ചു കയറുകയും ചെയ്തു. മഴ പെയ്തപ്പോൾ അവിടെ കയറി നിന്നതാണ്. അപ്പോഴേ ഇടിവെട്ടി ടൈല് തെറിച്ച് കാലയിലോട്ട് കയറുകയായിരുന്നു. ഒത്തിരി അകലെയായിരുന്നു വീണ് തെറിച്ച് ഒത്തിരി അകലച്ചെന്ന് വീണിട്ട് എഴുന്നേറ്റപ്പോൾ ഇതിന് താഴോട്ട് മരച്ചു പോയായിരുന്നു. ലീലയുടെ തലയ്ക്ക് മുഴയുണ്ടാവുകയും കണ്ണിന്റെ കാഴ്ച മങ്ങുകയും ചെയ്തു. രതീഷിന്റെ കാലുകളിലും മുറിവേൽക്കുകയും മരവിപ്പ് അനുഭവപ്പെടുകയും ചെയ്തു.
ഉടൻ തന്നെ ലീല മക്കളെ വിവരമറിയിക്കുകയും ഉപ്പുതറ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഞാൻ ഇന്നലെ ഒരു 5:30 പിന്നെ ഈ സംഭവം നടക്കുമ്പോൾ 5:30 രമേശ് ഇവിടെ പണിയും കഴിഞ്ഞ് വന്ന് ഇവിടെ കയറി മഴയായിട്ട് ഇവിടെ കയറി നിൽക്കുമായിരുന്നു. ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ കട്ടളപ്പടിയെ നിൽക്കുമായിരുന്നു. അന്നേരം ഈ മഴ പെയ്യുന്ന കാര്യം പറഞ്ഞ് ഇടിയൊക്കെ വെട്ടുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പറഞ്ഞു തീർന്നില്ല. ഇടി ബോംബാണോ ഇടിയാണോന്നൊന്നും അറിയത്തില്ല, എന്നാ സംഭവിച്ചതെന്നും അറിയത്തില്ല. അവൻ പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു പോയി. ഞാനിങ്ങനെ ഇങ്ങോട്ട് മാറി. ഇങ്ങനെ മാറിയ മാറ്റത്തിന് തല ചെന്ന് ഇടിച്ചതാണോ എന്നാന്നറിയത്തില്ല, തല അങ്ങോട്ട് മുഴച്ചു. അന്നേരം തന്നെ പിള്ളേരാരും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഫോൺ ചെയ്ത് പിള്ളേരെ വരുത്തി. പിള്ളേരെന്നെ ആശുപത്രി കൊണ്ടുപോയി. രമേശിനെ താഴ്ന്ന പിള്ളേരെല്ലാവരും കൂടെ ആശുപത്രി കൊണ്ടുപോയി. ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് ലീല വീട് വാസയോഗ്യമാക്കിയത്. അതാണിപ്പോൾ ഇടിയുടെ രൂപത്തിൽ തകർത്തതും. വീട് അറ്റകുറ്റപ്പണി നടത്താൻ ഈ കുടുംബത്തിന് ഒരു മാർഗവുമില്ലാത്ത സാഹചര്യമാണ്. പരിക്കേറ്റ ലീലയുടെ തല സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അടിയന്തരമായി കുടുംബത്തിന് സർക്കാർ സഹായം നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടുക്കി തൂക്കുപാലത്ത് സ്കൂൾ ബസ് ഓട്ടോറിക്ഷയിലിടിച്ച അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു. തൂക്കുപാലം വെസ്റ്റ് പാറയ്ക്ക് സമീപം രാവിലെ 9 മണിയോട് കൂടിയാണ് അപകടം നടന്നത്. തൂക്കുപാലം വിജയമാത സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് ഓട്ടോറിക്ഷയിലിടിച്ചത്. രാമക്കൽമേട് ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളെ കയറ്റി സ്കൂളിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,455 രൂപ, പവന് 91,960 രൂപ, വെള്ളി ഗ്രാമിന് 173 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പന മുനിസിപ്പാലിറ്റി UDF കോട്ടയ്ക്കായി നിലനിർത്താൻ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തിയെ കളത്തിലിറക്കുമെന്ന സൂചന. തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്ന EM അഗസ്തി സിറ്റി വിഷനോട്. തമിഴ് ഭൂരിപക്ഷ മേഖലയായ മൂന്നാറിലെ തോട്ടം മേഖലകളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അപേക്ഷാ ഫോമുകൾ തമിഴ് ഭാഷയിലും വേണമെന്ന ആവശ്യം ശക്തം. ദേവികുളം നിയോജക മണ്ഡലത്തിലെ കൂടുതൽ വോട്ടർമാരും തമിഴ് വംശജർ. മണ്ഡലകാലം സമാഗതമായതോടെ ശബരിമലയിലേക്ക് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ പ്രവാഹം തുടങ്ങി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കിയിലെ 4 ചെക്ക് പോസ്റ്റുകളാണുള്ളത്. ഇതിൽ കുമളി, കമ്പംമെട്ട ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് കൂടുതൽ തീർത്ഥാടകരെത്തുന്നത്. മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം ലക്ഷ്യമിട്ട സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വനം വകുപ്പ്. RRT സംഘത്തിനൊപ്പം PRTകൾ കൂടി കാര്യക്ഷമമായാൽ പ്രതിസന്ധി മറികടക്കാമെന്ന വിലയിരുത്തൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.